ഭയങ്കര വിഷമമായിട്ടാണ്. കാരണം വെച്ചാൽ നമ്മൾ മീനിടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ മീനൊക്കെ പെട്ടെന്ന് ചത്തുപോകാൻ സാധ്യതയുണ്ട്. നോക്കി ഇതിൽ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കുടം നമുക്ക് ഇങ്ങനെ വട്ടന കീറിയിട്ട് ഇതിൽ ഇത്രയോളം മതി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഗപ്പി കുളത്തിൻ്റെ വീഡിയോ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗപ്പി കുളത്തിന് പെയിൻറ്റൊക്കെ അടിച്ചു സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി ക്ലീൻ ആക്കണം, എന്നിട്ട് നമ്മളതിൽ മീനൊക്കെ ഇടണമെന്നാണ് പരിപാടി. അപ്പോൾ നമ്മൾ കഴുകി ക്ലീൻ ആക്കണ പരിപാടിയായിട്ടൊന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നേരെ വീഡിയോ കിട്ടല്ലേ, വാ. അപ്പോൾ ഇന്ന് കാലത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര വിഷമമായിട്ടാണ്. കാരണം വെച്ചാൽ നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അടിപൊളിയായിട്ട് പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതുവരെ നല്ല വെയിലായിരുന്നു. അന്ന് രാത്രി മഴ പെയ്തു കേട്ടോ. മഴ പെയ്തപ്പോൾ നമ്മളുടെ പെയിൻറ്റിൻ്റെ ഒരു അവസ്ഥ നോക്കി, സംഭവം നോക്കിയിട്ടാ കണ്ട സംഭവം നോക്കി പൊളിഞ്ഞ് പോന്നു. ഉള്ളിലത്തെ പെയിൻറ്റ്, പുറത്തെ പെയിൻറ്റൊന്നും യാതൊരു കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഉള്ളിലെ പെയിൻറ്റ് നോക്കി സംഭവം പോന്നു കേട്ടോ, നന്നായിട്ട് കണ്ട മൊത്തം പോന്നു. അപ്പോൾ ഭയങ്കര വിഷമമായി. കാരണം വെച്ചാൽ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അന്ന് രാത്രി അതുവരെ നല്ല വെയിലായിരുന്നു. അപ്പോൾ അന്ന് രാത്രി ഒടുക്കത്തെ മഴ നമ്മൾ പിന്നെ മൂടിയിടാനൊന്നും നിന്നില്ല. അപ്പോൾ അപ്പോഴേക്കും നല്ല മഴ പെയ്തു. അപ്പോൾ നോക്കി അവസ്ഥ ആകെ ഭയങ്കര മോശമായിട്ടാണ് കണ്ട സംഭവം. സത്യം പറഞ്ഞാൽ നല്ല വിഷമമായി. എന്നാലും കുഴപ്പമില്ല, നമുക്കിത് ഇനി രണ്ടാമതൊന്നും പെയിൻ്റ് അടിക്കുന്നില്ല. ഇത് നമുക്ക് ക്ലീൻ ആക്കുക. ഇത് വെള്ളം നന്നായിട്ടൊന്ന് ക്ലീനാക്കി, ഇത് ഈ ടാങ്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് അതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നിട്ട് നമ്മൾ മീനിടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ മീനൊക്കെ പെട്ടെന്ന് ചത്തുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ആക്കാം. അപ്പോൾ മനസ്സിലായി, നമ്മൾ ആദ്യമായിട്ട് എന്താ വെച്ചാൽ ഇതിലത്തെ വെള്ളം ഫുള്ള് വറ്റിച്ചെടുക്കുകയാണ്. എന്നിട്ട് ശേഷം നമ്മൾ ഇതൊക്കെ പറിച്ചെടുക്കണം. അത് മുഴുവനായിട്ട് നമ്മൾ അടിയുള്ള ഫുള്ള് പൊന്തിക്കുന്ന മൊത്തം പറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ വെള്ളം കൊടുത്തിട്ട് നമുക്ക് ക്ലീൻ ആക്കാം. പിന്നെ അത് വരച്ച് കഴുകാൻ വേണ്ടി നമ്മൾ വാഴയുടെ ഉണങ്ങിയ ഇതില്ലേ അതാണ് എടുത്തുള്ളത്. ഉണങ്ങിയ ഇലയുടെ ഒരു പീസാണ് എടുത്തുള്ളത് വരച്ച് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്നും കുതിരട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മളിതില്ലേ ഇതിലത്തെ വെള്ളം മൊത്തം മാറ്റണം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളത്തേപ്പറ ഒന്ന് കോരിട്ട് നോക്കി മനസ്സിലായി. സംഭവം കണ്ട കൈകൊണ്ട് വലിക്കുമ്പോൾ വരെ സംഭവം പോരുന്നുണ്ട് കേട്ടോ. സംഭവം ഭയങ്കര വിഷമമായിട്ടോ കണ്ട. നമ്മളിത്ര കഷ്ടപ്പെട്ടിട്ട് പെയിൻ്റൊക്കെ അടിച്ചിട്ടേ ഇനി രണ്ടാമത് പെയിൻ്റ് അടിക്കാൻ നിൽക്കുന്നില്ല. രണ്ടാമത് പെയിൻ്റ് അടിച്ചിട്ട് ഇതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ വെറുതെ ടൈം കളയുന്നില്ല. നമ്മളെന്തായാലും ഗപ്പിനെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്നുകൂടി നേരം വഴുകും. അപ്പോൾ ഇതൊന്ന് കഴുകിയൊന്ന് ക്ലീൻ ആക്കി ഇടണം. അതാണ് ഇപ്പോൾ ആദ്യത്തെ പരിപാടി. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇതൊക്കെ ഉണ്ടാ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ സംഭവം പോരും കേട്ടോ. കണ്ട സംഭവം പോരുന്നുണ്ട് നന്നായിട്ട്. നന്നായി വെള്ളം ഒന്ന് വറ്റിച്ച് സെറ്റാക്കാം. മൊത്തം പോന്നു കേട്ടോ, സാധനമല്ല. പക്ഷെ നമ്മൾ ഈ ടയർ മടിച്ച പെയിൻറ്റില്ലേ അത് പക്കിയിട്ട് നല്ല രീതിയിൽ ഒട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ട ടയർ മടിച്ചത് ഇത് സിമെൻറ്റ് മടിച്ചാൽ മാത്രം ഇങ്ങനെ പൊന്തി നിൽക്കണം കേട്ടോ. കണ്ട പോകുന്നുള്ള കണ്ട വെറുതെ ഇങ്ങനെ ആക്കുമ്പോഴേക്കും സംഭവം നോക്കിയാൽ പോകുന്നണ്ട രക്ഷയില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിട്ട് നന്നായിട്ടൊന്ന് ഉരയ്ക്കാം. അപ്പോൾ മൊത്തം നമുക്ക് ഇത് പോന്നോളും നന്നായിട്ട്. അപ്പോൾ മനസ്സിലാക്കിയാൽ പരമാവധി നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ സ്മെല്ലൊക്കെ ആ പെയിൻറ്റ് സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട് നല്ല രീതിയിൽ. ഇനി നമുക്ക് ഇതുപോലത്തെ തുണി എടുത്തിട്ട് നന്നായിട്ട് നൊപ്പിയിട്ട് വെള്ളം കളയാം. അത് പറ്റുള്ളൂ. ഇതിൽ ഫ്രഷ് വെള്ളം ഒഴിക്കണം കേട്ടോ. നമുക്ക് ഓക്കെ ഫുള്ളായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് നിറച്ചൊഴിക്കണ്ട, നമ്മളൊരു ഏകദേശം ഒരു അളവിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇത്ര അളവിന് എന്താ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഫ്രണ്ട്സ്. അതിന് ശേഷമേ നമ്മളിതൊക്കെ ഇത്ര കല്ലുപ്പിടുണ്ട് കേട്ടോ. അതെ കുറച്ച് കല്ലുപ്പാണ് ഇത് നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പ് കേട്ടോ ഫ്രണ്ട്സ്. നമ്മൾ നോക്കിയാൽ കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിൽ നോക്കിയാൽ കുറച്ച് ഇത് എത്ര അധികം കല്ലുപ്പിടുണ്ട്. എന്നിട്ട് കല്ലുപ്പ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് ഈ ഇതില്ലേ വാഴയില ഉണങ്ങിയത് അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് എന്തിനാ അങ്ങനെ വാഷ് ചെയ്യുന്ന വെച്ചാൽ ഇതിൽ ഈ വാഴയില കുറേ ഫംഗൽസൊക്കെ ഉണ്ടാവും. അത് പോകാൻ വേണ്ടി നമ്മൾ കല്ലുപ്പിട്ടിട്ട്
നന്നായി കഴുകുന്നത്. അപ്പോൾ നല്ല മാതിരി കഴുകി അങ്ങ് എടുക്കട്ടെ. കല്ലുപ്പൊട്ട് കഴിയുന്ന ശേഷം നല്ല വെള്ളത്തിൽ 2-3 പ്രാവശ്യം കഴുകിയെടുക്കണം കേട്ടോ. ഫ്രണ്ട്സൊക്കെ നോക്കിയാൽ നമ്മൾ നോക്കിയാൽ നന്നായിട്ട് കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. നോക്കിയാൽ ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ, കുറച്ച് മതി. നമ്മൾ ചെറിയൊരു പോണ്ടല്ലേ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ സ്റ്റാർച്ചും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് ഇതൊന്ന് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കിടക്കട്ടെ, 2 ദിവസം കഴിഞ്ഞിട്ട് എടുത്താൽ അപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങി സെറ്റായിക്കോളും. പക്ഷേ നമ്മൾ പായലെടുക്കാൻ വന്നേക്കാം കേട്ടോ. നമ്മൾ നോക്കിയാൽ കുളത്തിലേക്കാണ് വന്നുള്ളത് കണ്ട, കുറേ പായലുണ്ട്. ഇത് നമ്മളുടെ ഒരു പൂളിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് എടുക്കാം. ഫ്രണ്ട്സ് നോക്കി ഇവിടെ കയ്യെത്തുന്നത് കുറച്ച് പായലൊക്കെ ഉണ്ട്, അത് നമുക്ക് എടുക്കാം. ഇതൊക്കെ മതിയാവും, കുറച്ച് മതി. അധികം ഒന്നും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളത്തിൽ വീഴും. ഇന്നത്തെ കുറച്ച് പായലുകൾ നമുക്ക് എടുക്കാം. നമുക്ക് എത്രത്തോളം പൊട്ടിച്ചോടുന്നുണ്ട് കേട്ടോ. പൊട്ടിച്ചല്ല എടുത്ത് വരുന്നുണ്ട്, പൊട്ടിക്കൊന്നും വേണ്ട, വലിച്ചുകൊണ്ട് കയ്യിൽ കിട്ടും. നമ്മൾ അധികം ഒന്നും എടുത്തില്ല. ഇത് ആകെ ഒരെണ്ണമൊക്കെ മതി. ഒരെണ്ണമെങ്കിൽ അത്യാവശ്യം രീതിയിൽ ഇത് പടർക്കൂട്ടാ, അങ്ങനത്തെ സംഭവമാണ്. ഇത് 1-2 ഒക്കെ മതി. നമ്മൾ ഇതിലേക്ക് 1-2 ഒക്കെ ഇടണുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കി ഇതുണ്ട് ചെറുത്, നല്ലത് നോക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇടണ്ട കേട്ടോ. കണ്ട നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. 2-3 ഇട്ടാൽ മതി. ബാക്കി നമുക്ക് വേറെ എടുത്ത് വയ്ക്കാം. നമ്മൾ അടുത്ത പൂളൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് അതിലേക്കൊക്കെ ഇടാം. അപ്പോൾ നമ്മൾ നോക്കി 3 നമ്മൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇത് മതിയാവും. ഇത് ആകണ്ട് പടർന്നോളും, അതൊന്നും വിഷയമല്ല. കണ്ടാ ഇനി നമുക്ക് ഇവനൊന്ന് മാറ്റിയിട്ട് ഇവനെ വേറെ ഇതിലേക്കൊക്കെ മാറ്റി വയ്ക്കാം കേട്ടോ. ബാക്കിയുള്ള പായൽ നമുക്ക് മാറ്റി വെക്കണം. അതിനൊരു പാത്രം വേണം കേട്ടോ. ഈ കുടം ജസ്റ്റ് നോക്കി ഇതിൽ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കുടം നമുക്ക് ഇങ്ങനെ വട്ടന കീറിയിട്ട് ഇതിൽ തന്നെ നമുക്ക് വയ്ക്കാം. അപ്പോൾ നമുക്ക് കീറിയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടേ നമുക്ക് ഇതിൽ ആ പായലെടുത്തേക്കാം കേട്ടോ. നോക്കി നമ്മൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പായലിടാൻ വേണ്ടിയില്ല, അപ്പോൾ മീനിടാൻ നല്ല രീതിയിൽ നിന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടി വരും. ഇത് പായലിടാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇതിൽ വെള്ളം നിറച്ചിട്ടേ നമ്മളെ പൂളിൻ്റെ അടുത്ത് തന്നെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഗ്യാപ്പിൽ നിന്ന് കുറച്ച് നീക്കി വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഇതിൽ വെള്ളം നിറച്ചിട്ട് നമ്മളെ പായലൊക്കെ അതിലിടാം. ഇത്ര വെള്ളം മതി. ബാക്കിയുള്ള പായൽ മുഴുവൻ ഇതിലിടാം. ഇത് നട്ട് പിടിച്ചോളും, അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. സംഭവം നോക്കിയാൽ പായൽ നമ്മളിതിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യം വരുമ്പോൾ നമ്മൾ പൂളിഞ്ഞ് അടുത്തുണ്ടാക്കുമ്പോൾ അതിലേക്കൊക്കെ ആയിട്ട് എടുക്കാം. നമുക്ക് അതിന് വേണ്ടി വേറെ പോകേണ്ടതില്ല, തന്നെ കുറേ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫൈനലായിട്ട് നമ്മളിത് ഇതേപോലത്തെ ഒരു പലകെടുത്ത് നമ്മൾ മൂടുന്നുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ മുകളിൽ നിന്ന് പുളിയുടെ ഇല വീഴും. ഇനി അതങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ നമ്മളെ ഗപ്പികളെന്ന് നോക്കിയാൽ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിൽ നമ്മൾ പായലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വാഴലെടുക്കുക 2 ദിവസം കഴിഞ്ഞിട്ട്. എന്നിട്ട് നമ്മളുടെ ഗപ്പി കുട്ടികളെ നമ്മൾ വളർത്തുന്നുള്ളൂ കേട്ടോ. 2 ദിവസം കഴിഞ്ഞ് എടുത്ത് കഴിഞ്ഞാൽ സ്റ്റാർച്ചും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് സെറ്റാവും. അതിന് ശേഷം നമ്മൾ ചെയ്യണം. അതുപോലെ നമ്മൾ പായൽ കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടോ, അവിടെ ഉണ്ടല്ലേ പായൽ നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത പൂള എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മൾ അതിടാം. അതങ്ങനെ ഇരുന്നോട്ടെ, അതിന് വേണ്ടി വേറെ തപ്പാൻ പോകണ്ട. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളൂ കേട്ടോ. എന്നൊക്കെ എല്ലാം ക്ലീനാക്കി സെറ്റാക്കിയിട്ട് ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് ഗപ്പിക്കുട്ടികൾ അല്ലെങ്കിൽ ഗപ്പിക്കുട്ടികളെയും അതുപോലെ നമ്മളുടെ ഗോൾഡ് ഫിഷിനൊക്കെ വാങ്ങിച്ചിരുന്ന വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, സംഭവം അടിപൊളിയല്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, ഈ ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം കേട്ടോ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.